ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 5 സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 2004 തിയേറ്ററുകളിലേക്ക് എത്തിയ അന്ന് തിയേറ്ററുകളിലെ വിജയ ചിത്രമാണല്ലോ ഗില്ലി. സിനിമ 20 വർഷങ്ങൾക്കിപ്പുറം ഇക്കഴിഞ്ഞ ഏപ്രിൽ 20-ാം തീയതി കേരളത്തിലും വേൾഡ് വൈഡ് റിലീസായിട്ടും റിലീസായിട്ട് എത്തപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 25-ാം ദിവസത്തിലേക്ക് കടക്കുന്ന സിനിമയുടെ തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ 24,60,00,000-ലേക്കും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 30 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. റിലീസിലൂടെ വൻ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഒരു തമിഴ് സിനിമയുടെ ഈ വർഷത്തിലെ ആദ്യത്തെ വിജയം കണ്ടെത്തുന്ന സിനിമ കൂടിയാണ്. റിലീസ് അല്ലാതെ ഒരു തമിഴ് സിനിമയുടെ 2024-ലെ ആദ്യത്തെ വിജയിച്ച സിനിമയാണല്ലോ അരൺമനെ 4. ഏകദേശം 40 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ 44 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ശനി, നാളെ ഞായർ തുടങ്ങിയ ദിവസങ്ങളിൽ വീണ്ടും മികച്ച കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ ഇതിനോടകം തന്നെ തിയേറ്റർ റൈറ്റ്സ് ബേസിസിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ വരെയുള്ള റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ കവിൻ ചിത്രമാണല്ലോ സ്റ്റാർ. ആദ്യ ദിവസം തന്നെ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ കവിന്റെ വമ്പൻ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇപ്പോഴത്തെ കവിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ FT കളക്ഷൻ ലഭ്യമാകുന്ന സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ മാത്രം 3 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കടന്നിരിക്കുകയാണ്. വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് ലഭ്യമല്ല. 20 കോടിയിൽ താഴെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ അടുത്ത തമിഴ് ഹിറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ പെരുമാനി. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഫാന്റസി കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ ഡീസന്റ് മികച്ച അഭിപ്രായങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. പക്ഷെ അതിനൊത്ത കളക്ഷനോ ഹൈപ്പോ ഒന്നും തന്നെ സിനിമയ്ക്ക് നിലവിലില്ല. സിനിമയ്ക്ക് ആദ്യ ദിവസം 6 ലക്ഷത്തോളം രൂപയാണ് കേരള ഗ്രോസ് കളക്ഷൻ. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു മലയാളം സിനിമ മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന സിനിമയാണല്ലോ. ഇന്ദ്രജിത്ത് നായകനെ എത്തിയ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയ്ക്ക് പോസിറ്റീവ് അല്ല തിയേറ്ററുകളിൽ ലഭ്യമായത്. ആദ്യ ദിവസത്തെ സിനിമയുടെ കളക്ഷൻ പുറത്തു വരുമ്പോൾ 10 ലക്ഷത്തിന് മുകളിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെയും നാളത്തെയും കളക്ഷൻ കൊണ്ട് 50 ലക്ഷം കടക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഏകദേശം 3-5 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിൽ ഇതിനോടകം തന്നെ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ, സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ട് വരികയാണെങ്കിൽ അതിനായിട്ട്.